my dear students, welcome to DDA Media Hindi online class. How are you all? You all are fine? Okay. Today we are going to learn about Hindi new lesson. Badwara. Students, are you ready to study? Okay. Let's start our class. बच्चों इधर देखो, पाठ 11 बंटवारा. ബട്ട്വാര എന്താ? പാർട്ടീഷൻ, വിഭജനം. സ്വത്തൊക്കെ ഇങ്ങനെ ഭാഗം വെക്കില്ലേ, അതിനാണ് പറയാ ബട്ട്വാര. ബച്ചോ യഹ് പാഠ് ദോ ബച്ചോ കി കഹാനി കർത്താ ഹൈ. ഈ പാഠത്തില് രണ്ട് കുട്ടികളുടെ കഥയാണ് പറയുന്നത്. രണ്ട് കുട്ടികളുടെ കഥ എന്താണെന്ന് നോക്കാം നമുക്ക്. एक गांव में दो भाई रहते थे. बड़े भाई का नाम शंभू था, छोटे का बोलू. शंभू बहुत चालाक था. वह घर का कोई काम नहीं करता था, बस दिन भर दोस्तों के साथ घूमता रहता. बोलू सीधा था. वह सारे दिन घर के काम में जुटा रहता. भैंस को चारा डालता, दूध निकालता, घर की सफाई करता और खाना बनाता. एक गांव में दो भाई रहते थे. एक गांव में, गांव विलेज, गांव विलेज ग्रामम. एक गांव में ഒരു ഗ്രാമത്തിൽ दो भाई रहते थे. दो अर्थ टू. भाई अर्थ ब्रदर, सहोदरन. एक गांव में दो भाई रहते थे. ഒരു ഗ്രാമത്തില് രണ്ട് സഹോദരങ്ങൾ താമസിച്ചിരുന്നു. बड़े भाई का नाम शंभू था. बड़े भाई का नाम शंभू था. ബഡേ ഭായ് അതായത് ജ്യേഷ്ഠൻ, ബിഗ് ബ്രദർ. ബിഗ് ബ്രദറിന്റെ നെയിം പേര് ശംഭൂത, ശംഭുവാണ്. ബഡേ ഭായ് കാ നാം ശംഭൂത. ബിഗ് ബ്രദറിന്റെ പേര് ശംഭുവാണ്, അതായത് ജ്യേഷ്ഠന്റെ പേര് ശംഭു. ചോട്ടേ കാ ബോലു. ചെറിയ ആളുടെ പേരെന്താ? ബോലു. शंभू बहुत चालाक था. शंभू बहुत चालाक था. बहुत अर्थ बहुत वेरी, വളരെ. चालाक होशियार. चालाकത്ത് കണ്ണിങ്, സൂത്രശാലി. ശംഭു ആരാണ്? സൂത്രശാലിയാണ്. ശംഭു സൂത്രശാലിയായിരുന്നു. വഹ് ഘർ കാ കോയി കാം നഹീ കർത്താ താ. അവൻ ഘർ എന്താ? ഹൗസ്. വഹ് അവൻ ഘർ കാ കോയി കാം. പറഞ്ഞാൽ എന്താ? ഘർ കാ കോയി കാം, വീട്ടുജോലി. घर പറഞ്ഞ ഹൗസ്, घर ഹൗസ്. काम വർക്ക്. घर का कोई काम വീട്ടുജോലി. नहीं करता था. അവൻ വീട്ടുജോലിയൊന്നും ചെയ്യില്ല. बस दिन भर दोस्तों के साथ घूमता रहता. दिन भर ദിവസം മുഴുവനും ദോസ്തോം ഫ്രണ്ട്സ്, കൂട്ടുകാരിലെ ഫ്രണ്ട്സിനാണ് എന്ത് പറയാ? ദോസ്തോം के साथ घूमता रहता. के साथ എന്താ? വിത്ത്, കൂടെ. के साथ വിത്ത്, കൂടെ. घूमता रहता वांटेड. बस दिन भर दोस्तों के साथ घूमता रहता. അവൻ ദിവസം മുഴുവനും കൂട്ടുകാരുടെ കൂടെ
ചുറ്റിക്കറങ്ങാറുണ്ട്. ബോലു സീതാദാ. ബോലു എന്താണ്? സീതാദാ. സീത എന്താ? ഹോണസ്റ്റ്. സീത ഹോണസ്റ്റ്. ബോലു എന്താണ്? ആ ശംഭുവിന്റെ നേരെ തിരിച്ചാണ്. സത്യസന്ധതയുള്ള നേരായ രീതിയിൽ നടക്കുന്ന കുട്ടിയാണ് ബോലു. വഹ് സാരേ ദിൻ ഘർ കെ കാം മേ ജുടാ രഹതാ. അവൻ ദിവസം മുഴുവൻ വീട്ടുജോലികളിൽ തിരക്കിലായിരുന്നു. ആരെ? ബോലു. ബെൻസ് കോ ചാര ഡാൽത്താ. എന്താ ബെൻസ്? ബെൻസ് പറഞ്ഞാല് എരുമ. എരുമയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ദൂത് നികാൽത്താ. ദൂത് എന്താ? പാലല്ലേ. ദൂത് നികാൽത്താ. പാല് കറക്കുക. ദൂത് നികാൽത്താ. പാല് കറക്കുക. അപ്പൊ എന്താ? എരുമയ്ക്ക് ഭക്ഷണം കൊടുക്കും, പിന്നെ പാല് കറക്കും, പിന്നെന്താ ചെയ്യാ നോക്കാം. ഗർക്കി സഫായി കർത്ത. ഗർ എന്താ? ഗർ ഹൗസ്, വീട്. സഫായി ക്ലീനിങ്, വൃത്തിയാക്കുക. ഗർക്കി സഫായി കർത്ത. വീടെല്ലാം ക്ലീൻ ചെയ്യും, വൃത്തിയാക്കുക. പിന്നെന്താ ചെയ്യാ? അവർ കാന ബനാത്ത. പാചകം ചെയ്യുക. എന്തൊക്കെ വർക്കാ പോലെ വീട്ടിൽ ചെയ്യുന്നത്? ബെൻസ് കോ ചാര ഡാൽത്ത. എരുമയ്ക്ക് ഭക്ഷണം കൊടുക്കുക. പിന്നെന്താ? ദൂത് നികാൽത്ത. പാല് കറക്കുക. ദൂത് നികാൽത്ത. പാല് കറക്കുക. പിന്നെന്താ ചെയ്യാ? ഗർക്കി സഫായി കർത്ത. വീട് വൃത്തിയാക്കും. പിന്നെന്താ ചെയ്യാ? അവർ കാന ബനാത്ത. ഭക്ഷണം പാചകം ചെയ്യും. അപ്പൊ ബോലു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്? മിസ്സിന്റെ കൂടെ എല്ലാരും ഒന്ന് പറഞ്ഞേ. ബെൻസ് കോ ചാര ഡാൽത്ത, दूध निकालता, घर की सफाई करता, और खाना बनाता. എരുമയ്ക്ക് ഭക്ഷണം കൊടുക്കും, പാല് കറക്കും, വീട് വൃത്തിയാക്കും, പാചകം ചെയ്യും. ഇതൊക്കെയാണ് ബോലു ആ വീട്ടിൽ ചെയ്യുന്നത്. अगले पैराग्राफ. एक दिन बोलू ने सुबह सुबह खाना बनाया. खाना बनाकर उसे टक कर रख दिया. फिर काम करने दूसरे गांव चला गया. जब लौटा तो उसे बहुत भूख लगी थी. वह सीधा रसोई घर में गया, लेकिन वहां खाली बर्तन पड़े थे. एक दिन बोलू ने सुबह सुबह खाना बनाया. एक दिन ഒരു ദിവസം, one day. ബോലുവിനെ एक दिन one day ഒരു ദിവസം. ബോലുവിനെ സുബഹ് സുബഹ് ഏർലി മോർണിംഗ്, അതിരാവിലെ. खाना बनाया. എന്താ खाना बनाया? ഭക്ഷണം പാകം ചെയ്തു. खाना बनाया ഭക്ഷണം പാകം ചെയ്തു. एक दिन बोलू ने सुबह सुबह खाना बनाया. एक दिन बोलू ने सुबह सुबह खाना बनाया. ഒരു ദിവസം ബോലു അതിരാവിലെ ഭക്ഷണമൊക്കെ പാകം ചെയ്തു. खाना बनाकर उसे टक कर रख दिया. പാകം ചെയ്ത ഭക്ഷണം ടക്ക് എന്താ? ടക്ക് ടു കവർ പാകം ചെയ്ത ഭക്ഷണങ്ങള് കവർ ചെയ്തു, മൂടി വെച്ചു. ടക്കർ രഖ് ദിയ, മൂടി വെച്ചു. फिर काम करने दूसरे गांव चला गया. പിന്നീട് दूसरे गांव, അടുത്ത ഗ്രാമത്തിലേക്ക് ജോലിക്ക് പോയി. फिर काम करने दूसरे गांव चला गया. പിന്നീട് അടുത്ത ഗ്രാമത്തിലേക്ക് അവൻ ജോലിക്ക് പോയി. जब लौटा तो उसे बहुत भूख लगी थी. जब लौटा
മടങ്ങി വന്നപ്പോൾ ലൗഡ ലൗഡ अर्थ റിട്ടേൺഡ് ഇസെ ബഹുത് ഭൂഖി ലഗി थी അവന് വളരെ വിശപ്പ് തോന്നി വഹ സീത രസോയി ഘർ മേ ഗയാ വഹ സീത എന്താണ് അവൻ നേരെ രസോയി ഘർ രസോയി ഘർ കിച്ചൻ രസോയി ഘർ अर्थ किचन वह सीधा रसोई घर में गया वह सीधा रसोई घर में गया എന്താണ് ബോലു നേരെ കിച്ചണില് പോയി ലേക്കിൻ വഹാം കാലി ബർത്തൻ പടേതേ എന്നാൽ എന്താണ് അവിടെ ബർത്തൻ ബർത്തൻ എന്താ ബർത്തൻ 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 പറഞ്ഞാല് എന്താ ബർത്തൻ അർത്ഥ വെസൽ അടുക്കള പാത്രങ്ങള് വെസല് ബർത്തൻ വെസൽ ബർത്തൻ അർത്ഥ വെസൽ എന്നാലും എന്താ അടുക്കള പാത്രങ്ങളിലൊക്കെ കാലി ആയിട്ടാണ് ഒന്നുമില്ലാതെ ഇരിക്കാണ് എം ടി കാലി അർത്ഥ എം ടി കാലി അർത്ഥ എം ടി ഒന്നുമില്ല ലേക്കിൻ വഹാം കാലി ബർത്തൻ പടേതേ എന്നാല് അടുക്കള പാത്രങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അകലെ പാരഗ്രാഫ് लगता है शंभू भैया सारा खाना का गए मेरे लिए कुछ नहीं छोड़ा बोलू को बहुत गुस्सा आया वह सीधे शंभू के पास गया और बोला मैं अब तुम्हारे साथ नहीं रहूंगा पिताजी की संपत्ति का आधा भाग मुझे दे दो लगता है शंभू भैया सारा खाना खा गए लगता है अर्थ सीम्स തോന്നുന്നു लगता है सीम्स തോന്നുന്നു लगता है ശംഭു ഭയ്യ പറഞ്ഞാൽ ആരാ ഏട്ടൻ അല്ലേ ഏട്ടനെയാണ് ഭയ്യ എന്ന് പറയുന്നത് ജ്യേഷ്ഠന് ഭയ്യ ജ്യേഷ്ഠൻ ഭയ്യ സാര കാന കാ ഗയേ എല്ലാ ഭക്ഷണവും ഭയ്യ കഴിച്ചു എന്ന് തോന്നുന്നു ശംഭു പറയാണ് ലഗ്താ ഹേ ശംഭു ഭയ്യ സാര കാന കാ ഗയേ എല്ലാ ഭക്ഷണവും ശംഭു കഴിച്ചു എന്ന് തോന്നുന്നു മേരെ ലിയേ കുച്ച് नहीं छोड़ा मेरे लिए कुछ नहीं छोड़ा എനിക്ക് ഒന്നും ബാക്കിയാക്കിയില്ല എന്താണ് മേരെ ലിയേ കുച്ച് नहीं छोड़ा ബോലു പറയാ എനിക്കായി ഒന്നും ബാക്കിയാക്കിയില്ല ബോലുക്കോ ബഹുത്ത് ഗുസ്സ ആയാ ബോലുക്കോ ബഹുത്ത് ഗുസ്സ ആയാ ബഹുത്ത് പറഞ്ഞ വെരി വളരെ ഗുസ്സ अर्थ एंगर ദേഷ്യം ബോലുको बहुत गुस्सा आया ബോലുവിന് വളരെയധികം ദേഷ്യം വന്നു वह सीधे शंभू के पास गया और बोला वह सीधे അവൻ നേരെ ശംഭുവിന്റെ പാസ് പറഞ്ഞ അടുത്ത് പാസ് നിയർ പാസ് അടുത്ത് वह सीधे शंभू के पास गया और बोला അവൻ നേരെ ശംഭുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് നോക്കാം मैं अब तुम्हारे साथ नहीं रहूंगा ഞാൻ ഇനി നിന്റെ കൂടെ നിൽക്കില്ല എന്താ പറഞ്ഞേ मैं अब तुम्हारे साथ नहीं रहूंगा ഞാൻ നിന്റെ കൂടെ ഇനി നിൽക്കില്ല पिताजी की संपत्ति का आधा भाग मुझे दे दो പിതാജി എന്താണ് അച്ഛൻ ഫാദറിനെയാണ് പിതാജി എന്ന് പറയുന്നത് പിതാജിക്ക് സംബന്ധി സ്വത്ത് ധൻ സംബന്ധിക്ക
आधा भाग मुझे दे दो. आधा आधा പകുതി. ആദ പറഞ്ഞ പകുതി, ഹാഫ്. ആദ ഹാഫ് പകുതി. ആദ ഭാഗ് പകുതി ഭാഗം. മുझे दे दो മുझे दे दो എനിക്ക് തരൂ എന്ന് പറയാ. പിതാജിക്ക് സംബന്ധിക്ക ആദാ ഭാഗ് മുझे दे दो പിതാജിയുടെ സമ്പത്ത് പകുതി എനിക്ക് തരണം എന്ന് പറയാം. पिताजी केवल 3 चीजों छोड़ गए हैं. एक कंबल, एक बेंच और एक अमरूद का पेड़. शंभू ने जवाब दिया. എന്താണ്? पिताजी केवल 3 चीजों छोड़ गए. पिताजी केवल 3 चीजों छोड़ गए हैं. എന്താ പറയുന്നത്? അച്ഛന് 3 സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏക്ക് കമ്പൽ, ഏക്ക് കമ്പൽ, ഏക്ക് കമ്പൽ. എന്താണ് കമ്പൽ? ബ്ലാങ്കറ്റ്, പുതപ്പ്. അപ്പൊ ഏക്ക് കമ്പൽ ഒരു പുതപ്പ്. പിന്നെന്താ? ഏക്ക് ബെൻസ്, ഏക്ക് ബെൻസ്. ബെൻസ് എന്താ? എരുമ, ഒരു എരുമ. और एक अमरूद का पेड़, एक अमरूद का पेड़ ഒരു അമരൂദിന്റെ പേട്. പേട് എന്താ? പേട് പറഞ്ഞ ട്രീ. ഒരു അമരൂദിന്റെ ട്രീ. എന്താ അമരൂദ്? ഗാവ അല്ലെ? പേരക്ക, പേരക്കയുടെ മരം. അമരൂദ് കാ പേട്, പേരക്കയുടെ മരം. ശംഭുനെ ജവാബ് ദിയ, ശംഭു മറുപടി പറഞ്ഞു. ജവാബ് ദിയ പറഞ്ഞ മറുപടി പറയുക. റിപ്ലൈഡ്, ജവാബ് ദിയ. എന്താ ജവാബ് ദിയ? റിപ്ലൈഡ്, മറുപടി. റിപ്ലൈഡ്. അപ്പൊ എന്താണ്? പിതാജി കേവൽ 3 चीजों छोड़ गए हैं. एक कंबल, एक बेंच और एक अमरूद का पेड़. എന്തൊക്കെയാണ് ആ 3 സാധനങ്ങള്? എല്ലാരും പറയൂ. ഒരു പുതപ്പ്, ഒരു എരുമ, പിന്നെ ഒരു അമരൂദിന്റെ ട്രീ. ഇത് 3 ഉള്ളത് എന്ന് ആരാ പറഞ്ഞേ? ശംഭുലെ. നെക്സ്റ്റ്, तुम इन तीनों का आधा आधा हिस्सा ले लो. वह फिर बोला. तुम इन तीनों का आधा आधा हिस्सा ले लो. എന്താണ്? നിനക്ക് ഈ 3 സാധനങ്ങളും ആദാ ഹിസ്സ ലേലു. ആദാ പറഞ്ഞ പകുതി, പകുതി പകുതി ആയിട്ട് ഹിസ്സ ലേലു, പകുതി പകുതി ഭാഗങ്ങളായിട്ട് ലേലു. ലേലു പറഞ്ഞ ടേക്ക്, എടുക്കുക. നിനക്ക് ഈ 3 പകുതി പകുതി ഭാഗാക്കി എടുക്കാം. വഹ് ഫീൽ ബോല, അവൻ വീണ്ടും പറഞ്ഞു. ഇൻഹെ कैसे बांट सकते हैं? ബോലുനെ പൂച്ച. എന്താണ്? ഇൻഹെ कैसे बांट सकते हैं? ഇത് എങ്ങനെയാണ് വിഭജിക്കുക, എങ്ങനെയാണ് അത് പകുതിയാക്കുന്നത് എന്ന് ചോദിക്കുക. ആര്? ബോലുനെ പൂച്ച. ബോലു ചോദിക്കുക. ബോലു എന്താ ചോദിച്ചത്? ഇതെങ്ങനെയാണ് കേസെ ബാണ്ട് സക്ത ഹൈ, ഇത് എങ്ങനെയാണ് വിഭജിക്കാന്ന്. मैं बताता हूँ, शंभू ने कहा. देखो वह कंबल जो दिन में तुम्हारे पास रहेगा और वो रात में मेरे पास, ठीक है, ठीक है. अब देखो यह बेंच, इसका आगे का हिस्सा तुम्हारा और पीछे का मेरा, ठीक है, ठीक है. मैं बताता हूँ, शंभू ने कहा. ഞാൻ പറയാം. എന്താ ശംഭു പറയുന്നത്? मैं बताता हूँ, ഞാൻ പറയാം. ശംഭുനെ കഹാ, ശംഭു പറഞ്ഞു. देखो वह कंबल जो दिन में तुम्हारा पास रहेगा और रात में मेरे पास, ठीक है, ठीक है. എന്താണ്? देखो वह कंबल जो दिन में तुम्हारे पास रहेगा
എന്താണ് നോക്കൂ, ആ പുതപ്പ് പകല് മുഴുവനും നിന്റെ അടുത്ത്. അവർ രാത് മേ മേരെ പാസ്. എന്താണ്, ആ രാത്രി മുഴുവനും എന്റെ അടുത്ത്. ടീക്ക് ഹേ, ടീക്ക് ഹേ, ഓക്കെ, ടീക്ക് ഹേ, ഓക്കെ പറയാ. ആരാണ് പറയുന്നത്? ശംഭുല്ലേ. ശംഭു പറയണേ, നോക്കൂ ഈ പുതപ്പ് പകല് മുഴുവനും നീയും രാത്രി ഞാനും എടുക്കാം. അങ്ങനെ പറയാ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ടേക്ക് ഹേ എന്ന് പറയാ. ഓക്കെ, ടേക്ക് ഹേ. अब देखो यह बेंच इसका आगे का हिस्सा तुम्हारा और पीछे का मेरा. ठीक है, ठीक है. अब देखो, अब देखो, നോക്കൂ, यह बेंच ഈ എരുമ, इसका आगे का हिस्सा तुम्हारा. എന്താണ് ഇതിന്റെ ആകെ, ആകെ പറഞ്ഞാല് ഫ്രണ്ട്. इसका आगे का हिस्सा, आगे का हिस्सा, आगे के हिस्सा ഫ്രണ്ട് പോർഷൻ, മുൻഭാഗം. മുൻഭാഗത്തിനാണ് എന്ത് പറയാ? ആകെ കാ ഹിസ്സ, ഫ്രണ്ട് പോർഷൻ, മുൻഭാഗം. ഇസ്കാ ആകെ കാ ഹിസ്സ തുമാരാ. എന്താണ്? ഇതിന്റെ മുൻഭാഗം നീ എടുത്തോ. അവർ പീച്ചെ കാ മേരാ. പീച്ചെ, പീച്ചെ പറഞ്ഞ പിൻഭാഗം. പീച്ചെ കാ മേരാ, പിൻഭാഗം എന്റേത് എന്ന് പറയാം. പീച്ചെ കാ മേരാ, പിൻഭാഗം എന്റേത്. ടീക്ക് ഹേ, ടീക്ക് ഹേ, ശരി. ടീക്ക് ഹേ, ശരി പറയാണ്. तो अब बच्चा अमरूद का पेड़, इसका ऊपरी भाग मेरा और नीचे का तना तथा जड़ तुम्हारा. अब तो हो गया बंटवारा. शंभू ने कहा. दूसरे दिन कंबल दिन भर बोलू के पास रहा. दिन में धूप निकली थी. बोलू को कंबल की आवश्यकता नहीं पड़ी. सूरज डूबने के बाद ठंड हो गई. बोलू ने कंबल ओढ़ लिया. तभी शंभू आया. रात में कंबल मेरा है कहते हुए उसने कंबल बोलू से छीन लिया. तो अब बच्चा अमरूद का पेड़. അതിനാൽ ഇപ്പൊ പേരക്കമരം അവശേഷിക്കുന്നു പറയണ്. അമൃത് का पेड़ പേരക്കമരം അല്ലേ? അമൃത് ഗുവാവ, ഗുവാവ, പേരക്ക पेड़ ट्री. तो अब बच्चा अमरूद का पेड़. അതിനെ ഇപ്പൊ പേരക്കമരം അവശേഷിക്കുന്നു. इसका ऊपरी भाग मेरा और नीचे का तना तथा जड़ तुम्हारा. इसका ऊपरी भाग, ऊपरी भाग, ऊपरी പറഞ്ഞ അതിന്റെ മുകൾ ഭാഗം. ऊपर, ऊपर, മുകൾ, ऊपरी, ऊपरी भाग, टॉप पार्ट. ऊपरी भाग, ऊपरी भाग अर्थ टॉप पार्ट, टॉप पार्ट, മുകളിലത്തെ ഭാഗം. इसका ऊपरी भाग मेरा, इसका ऊपरी भाग मेरा. ഇതിന്റെ മുകളിലത്തെ ഭാഗം, ऊपरी भाग, टॉप पार्ट എന്റെ. और नीचे का तना तथा जड़ तुम्हारा. എന്താണ് നീച്ചെ? താഴെയുള്ള തന. തന പറഞ്ഞാൽ എന്താ? തന, സ്റ്റം, തടി, കാണ്ഡം എന്നൊക്കെ പറയൂട്ടോ. അപ്പൊ തന, സ്റ്റം. അപ്പോ അമൃതിന്റെ കാണ്ഡഭാഗവും പിന്നെന്താ? ജഡ്, ജഡ്, ജഡ് എന്താ? റൂട്ട്, വേര്, റൂട്ട്. ഇപ്പൊ എന്താണ്? ഈ പേരക്ക മരത്തിന്റെ സ്റ്റെമ്പും റൂട്ടും നിന്റെ, മുകൾ ഭാഗം എന്റെ. ആരാ പറയുന്നത്? ശംഭുലേ. अब तो हो गए बंटवारा. अब तो हो गए, अब तो हो गया बंटवारा. अब तो हो गया बंटवारा. ഇപ്പോൾ വിഭജനം സംഭവിച്ചു.
ശംഭുനെ കഹ, ശംഭു പറഞ്ഞു. എന്താണ് ബോലു പറഞ്ഞിരുന്നു, ഇതെങ്ങനെ വിഭജിക്കാന്ന് ചോദിച്ചൂലേ. അപ്പൊ ശംഭു പറഞ്ഞു ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞൂല്ലേ. എന്നിട്ട് എന്താണ് ശംഭു ഓരോന്നും വിഭജിക്കേണ്ട കാര്യം പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ശംഭു എന്താ പറയുന്നേ, അബ് തോ ഹോ ഗയാ ബട്ട്വാര. ഇപ്പൊ എന്താണ് ഇപ്പൊ വിഭജനം നടന്നില്ലേ. അപ്പൊ എന്താണ് അബ് തോ ഹോ ഗയാ ബട്ട്വാര. അപ്പൊ എന്താ ശംഭു പറഞ്ഞേ, ഇപ്പൊ വിഭജനം സംഭവിച്ചില്ലേ, ശംഭു പറഞ്ഞു. നോക്കൂ ശംഭുവിന്റെ ബുദ്ധി നോക്കൂ നിങ്ങള്. അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയ, അച്ഛൻ ഇട്ടിട്ട് പോയ ആ 3 അച്ഛൻ ബാക്കി വെക്കില്ലേ, ആ 3 സാധനങ്ങളെ എങ്ങനെയാ വിഭജിച്ചേ ശംഭു. ഒന്നെന്തായിരുന്നു, ബ്ലാങ്കറ്റ് അല്ലേ, കമ്പല് അല്ലേ. കമ്പൽ എങ്ങനെയാ വിഭജിച്ചത്. പകല് ആരാണ് ബോലു യൂസ് ചെയ്യുക, രാത്രി ശംഭുവിന് അല്ലേ. അപ്പൊ നോക്കൂ, നമുക്ക് പകല് പുതപ്പിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോ ഇതേ ശംഭുവിന്റെ ബുദ്ധി കണ്ടോ. അതേപോലെ തന്നെ ബേൺസിനോ എരുമയുടെ മുൻഭാഗം മുഴുവനും ആർക്കാ, നമ്മുടെ ബോലുവിന്, പിൻഭാഗോ ശംഭുവിന് അല്ലേ. അതേപോലെ എന്താ പേരക്കമരം അമൃത് ട്രീയുടെ ഇതെന്താ, മുകൾ ഭാഗം മുഴുവനും ശംഭുവിന്, അതിന്റെ അടിഭാഗം വേരും തണ്ടൊക്കെ ആർക്കുള്ളതാ, നമ്മുടെ ബോലുവിന്. നോക്കൂ, പേരക്കമരത്തിന്റെ വേരും തണ്ടും കിട്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ. അതിന്റെ തലപ്പ് കിട്ടിയാലല്ലേ അവിടെയല്ലേ എന്ത് ഉണ്ടാവുക, പേരക്കൊക്കെ ഉണ്ടാവുക. അപ്പൊ നോക്കൂ ശംഭുവിന്റെ സൂത്രം കണ്ടോ നിങ്ങള്. അടുത്ത എന്താ ഉണ്ടാവുക നോക്കാം. दूसरे दिन कंबल दिन भर बोलू के पास रहा. दूसरे दिन അടുത്ത ദിവസം കമ്പൽ എന്താ, ബ്ലാങ്കറ്റ് പുതപ്പ്. ദിൻ ഭർ ബോലു കെ പാസ് രഹ, മുഴുവനും ആരുടെ കയ്യിലാണ്, ബോലുവിന്റെ കൈ. ദിൻമേൻ ധൂപ് നിഗലി ദി, എന്താണ് ദിവസവും ധൂപ് നിഗലി ദി, ദിവസവും പുതപ്പ് എന്താ നമ്മുടെ ബോലുവിന്റെ കൂടെയാണ്. ബോലുക്കോ കമ്പൽ की ആവശ്യകത नहीं पड़ी. ബോലുവിന് എന്താണ് ബ്ലാങ്കറ്റിന്റെ ആവശ്യമില്ല. सूरज डूबने के बाद ठंड हो गई. सूरज सन. डूबना പറഞ്ഞ ടു സെറ്റ് അസ്തമനം അല്ലേ. സൂരജ് ഡൂബ്നെ കെ ബാദ് എന്താ ബാദ് പറഞ്ഞാല് ശേഷം. സൂര്യന് അസ്തമിച്ചതിന് ശേഷം. ഡണ്ട് പറഞ്ഞ കോൾഡ് തണുപ്പ്, കോൾഡ് തണുപ്പ്. അപ്പൊ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ടണ്ട് ഹോ ഗയി തണുപ്പായിരിക്കും. ബോലിനെ കമ്പൽ ഓഡ്ലിയ, പോലു ബ്ലാങ്കറ്റ് എടുത്തിട്ട് പൊതച്ചു. പിന്നെന്താ നോക്കൂ, തബി ശംഭു വന്നു. രാത്മേ കമ്പൽ മേരാ ഹേ, രാത്രി ബ്ലാങ്കറ്റ് എന്റെ. कहते हुए उसने कंबल बोलू से छीन लिया. എന്താണ് അത് എന്റേതാണെന്ന് പറഞ്ഞിട്ട് ബ്ലാങ്കറ്റ് ബോലുവിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. ചീൻ ലിയ പറഞ്ഞ തട്ടിയെടുക്കുക. ഇതാണ് ചീൻ ലിയ, സ്നാച്ച്ഡ് തട്ടിയെടുക്കുക. ഇതാണ് ചീൻ ലിയ തട്ടിയെടുക്കുക, സ്നാച്ച്ഡ്. അപ്പോ ഇതുവരെയാണ് ടീച്ചർ ഇന്ന് എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതുവരെ ഉള്ളത് ഒന്നുകൂടെ ടീച്ചർ കഥ ഒന്ന് പറഞ്ഞു തരാം. എന്താണ്, ഒരു ഗ്രാമത്തില് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേരെന്താണ്, ശംഭു ആരാ, ജ്യേഷ്ഠൻ അല്ലേ. ശംഭുവിന്റെ അനിയനാരാ, ബോലു. ആരാണ്, ബോലു. ശംഭു എന്താ സൂത്രശാലിയായിരുന്നു ശംഭു അല്ലേ. നല്ല മിടുക്കനാണ്, എല്ലാ സൂത്രങ്ങളും അറിയുന്ന മിടുക്കനാണ്. എന്നാ ബോലു
നേരെ തിരിച്ച് നല്ല നേരായ മാർഗത്തിൽ നടക്കുന്ന ഒരു കുട്ടിയാണ്. ശംഭു എന്താ വീട്ടിലെ ജോലികളൊന്നും ചെയ്യില്ല അല്ലെ. പക്ഷെ ബോലു വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യായിരുന്നു. എന്തൊക്കെ ജോലികളാ ബോലു ചെയ്യാ? भैंस को चारा डालता, दूध निकालता, घर की सफाई करता और खाना बनाता. എരുമയ്ക്ക് ഭക്ഷണം കൊടുക്കും, പാല് കറക്കും, ഹൗസ് വൃത്തിയാക്കും, പാചകം ചെയ്യും. ഒരു ദിവസം ബോലു നേരത്തെ അതിരാവിലെ എണീറ്റിട്ട് എന്താ ചെയ്ത്? ഭക്ഷണം പാകം ചെയ്തു. എന്നിട്ട് അതെല്ലാം അടച്ചു വെച്ച് മൂടി വെച്ചു. എന്നിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് ജോലിക്ക് പോയിട്ട് മടങ്ങി വരുമ്പോ എന്താ നല്ല വിശന്നിട്ടാണ് വരുന്നതല്ലേ. അപ്പൊ കിച്ചണിൽ പോയി നോക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കിച്ചണില് എല്ലാ ഭക്ഷണ സാധനവും കാലിയായിട്ടുണ്ടാവും പാത്രത്തില്. അപ്പൊ ബോലുവിന് ദേഷ്യം വരും. ഇതെല്ലാം കഴിച്ചത് ശംഭു തന്നെ, എനിക്ക് ഒന്നും ബാക്കി വെച്ചില്ല. ബോലുവിന് അങ്ങനെ ദേഷ്യം വരൂലേ ബോലു. എന്നിട്ട് ശംഭുവിന്റെ അടുത്ത് പോയിട്ട് എന്താ പറയാ? ഞാൻ ഇനി നിന്റെ കൂടെ നിൽക്കില്ല. പിതാജിയുടെ സമ്പത്തിന്റെ പകുതി ഭാഗം എനിക്ക് തരുമെന്ന് പറയാ. അപ്പൊ എന്താണ് അച്ഛൻ ഇട്ടിട്ട് പോയ, അതായത് ബാക്കി വെച്ച 3 സാധനങ്ങളേ ഉള്ളൂ. അതെന്താ? ഒന്ന് പുതപ്പ്, പിന്നെന്താ ഒന്ന് എരുമ, പിന്നെന്താ ഒന്ന് അമരൂദ് പേട്, ഗാവയുടെ ട്രീ ആണ് എന്ന് പറയും. ഈ 3 ഉള്ളൂന്ന് ആരാ പറയാ? ശംഭു പറയൂലേ. ഈ 3 സാധനങ്ങളും പകുതി ഭാഗങ്ങളാക്കി നീ എടുത്തോ എന്ന് വീണ്ടും ശംഭു പറയും. അപ്പൊ ബോലു എന്താ പറയാ? ഇതൊക്കെ ഭാഗം വെക്ക എങ്ങനെയാ ചോദിക്കും. അപ്പൊ ശംഭു പറയും, ഞാൻ പറയും ഇന്നേരാന്ന് പറഞ്ഞിട്ട് ശംഭു പറയും എങ്ങനെയാണ്? പുതപ്പ് പകല് മുഴുവനും ബോലുവിനും, രാത്രി മുഴുവനും ശംഭുവിനും. അത് ഓക്കെ പറഞ്ഞു അല്ലേ. പിന്നെന്താ? എരുമ ഉണ്ടല്ലേ, എരുമയുടെ മുൻഭാഗം മുഴുവനും ആർക്കാ? ബോലുവിനും, പിൻഭാഗം ശംഭുവിനും. അതും ശരി പറഞ്ഞു അല്ലേ. പിന്നെ എന്താ? അമരൂദ് ഉണ്ട് അല്ലേ. അമരൂദിന്റെ മുകൾ ഭാഗം ശംഭുവിനും, പിന്നെന്താ അടിഭാഗം സ്റ്റെമ്പും റൂട്ടും ഒക്കെ ആർക്കുള്ളതായിരുന്നു? ബോലുവിന്. അങ്ങനെയാണ് വിഭജിച്ചത്. 3 കാര്യങ്ങൾ വിഭജിച്ചത് അങ്ങനെയായിരുന്നു അല്ലെ. ശംഭു പറയാ ഇപ്പൊ വിഭജനം നടന്നില്ലേ. അടുത്ത ദിവസം ബോലു ബ്ലാങ്കറ്റ് പകല് ആർക്കാ? ബോലുവിനല്ലേ. അപ്പൊ ബോലു ബ്ലാങ്കറ്റ് ഒക്കെ ഉപയോഗിച്ചിരിക്കുക. അപ്പം ബ്ലാങ്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ? പകല് മുഴുവനും വെയിലാണ്. അപ്പൊ ബ്ലാങ്കറ്റിന്റെ ആവശ്യം ഉണ്ടോ? ഇല്ലല്ലോ. നമ്മള് തണുക്കുമ്പോഴല്ലേ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുക. അപ്പൊ പകല് മുഴുവനും വെയിലാണ്. അപ്പൊ വെയിലായതുകൊണ്ട് എന്താണ്? ബ്ലാങ്കറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാല് എന്താണ്? തണുപ്പായി. അപ്പൊ ബോലു എന്താ? കമ്പൽ ഉപയോഗിച്ചിട്ട് മൂടി പൊച്ചു. അപ്പൊ ഇതാരാ? നമ്മളെ ശംഭു ഇത് കണ്ടിട്ട് വന്നിട്ട് എന്ത് പറയും? രാത് മേ കമ്പൽ മേരാ ഹേ. എന്താണ്? രാത്രി ബ്ലാങ്കറ്റ് എന്റെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോലുവിന്റെ കയ്യിൽ നിന്ന് ബ്ലാങ്കറ്റ് തട്ടിയെടുക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ എടുത്ത വരയ്ക്ക് നന്നായിട്ട് റീഡ് ചെയ്യാം. പിന്നെ ടീച്ചർ പാഠം വായിക്കുമ്പോൾ പറഞ്ഞിരുന്ന മീനിങ്സും ഇമ്പോർട്ടൻറ്റ് വേർഡ്സും ഒക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക കേട്ടോ. ഇനി ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ അടിയിൽ വരച്ച് ഫോട്ടോസ് ടീച്ചർ ഇതിൻ്റെ കൂടെ ഇട്ട് തരാം കേട്ടോ. तो बच्चों धन्यवाद।